ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേന്ന് പറയുന്നത് നമ്മുടെ ഒരു സാറ്റർഡേ ഒരു വീക്കെൻഡ് നമ്മൾ എങ്ങനെയായിരുന്നു സ്പെൻഡ് ചെയ്തതെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും വൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, എന്നാൽ പിന്നെ എല്ലാവരും വൈറ്റ് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയപ്പോൾ നമ്മുടെ ആകാശമൊക്കെ കാണുമ്പോൾ നല്ല ഒരു കാർമേഘ ഒരു മഴക്കാർ പോലെയൊക്കെ തോന്നി. പക്ഷെ മഴയൊന്നും ഉണ്ടായില്ല. ഫസ്റ്റ് നമ്മൾ പോയത് ഗ്രേഷ്യ ഫാമിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ടിക്കറ്റ് എൻട്രി വരുന്നത് 20 ദിറംസ് ആണ് വരുന്നത്. അപ്പോൾ 20 ദിറംസിൻ്റെ കൂടെ നമുക്ക് ആനിമൽസിനെ ഫീഡ് ചെയ്യാനായിട്ട് അവർ ആ ബാസ്ക്കറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. നമ്മുടെ ആ ടിക്കറ്റിൽ തന്നെ അത് ഇൻക്ലൂഡാണ്. അപ്പോൾ അതിന് പിന്നെ വേറെ നമ്മൾ സെപ്പറേറ്റ് വേറെ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്നാലും എനിക്ക് തോന്നി ഗ്രേഷ്യ ഫാമിനേക്കാളും നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നതായിരുന്നു മസറ ഫാം. അവിടെയായിരുന്നു കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത്. വാഷ്റൂമിൻ്റെ ഏരിയ ആണ് കേട്ടോ, ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ. നമ്മൾ ആ ഷേപ്പ് കണ്ടപ്പോൾ അതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കാൻ പോയിട്ടുണ്ടായിരുന്നതായിരുന്നു. പിന്നെ അവിടെ കാണാനായാലും നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഭംഗിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഉള്ള ഏരിയ ഒക്കെ നല്ല വൃത്തിയിൽ നല്ല നീറ്റായിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഒരു വൺ ടൈം വിസിറ്റ് എന്നൊക്കെ പറയാനേ ഉള്ളൂ. കാരണം നമുക്കവിടെ വേറെയും ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് പെയിൻറ്റിങ് അല്ലെങ്കിൽ ഹോഴ്സ് റൈഡിങ്. അപ്പോൾ അതിനൊക്കെയുള്ള ടിക്കറ്റ് നമ്മൾ ആ എൻട്രിയുടെ അവിടെ നിന്ന് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടാവണം. പിന്നെ ഒരു കുഞ്ഞൊരു ഫാമാണുള്ളത്, അധികം ആനിമൽസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്ന മസറ ഫാമിലാണെങ്കിൽ ഒരുപാട് ആനിമൽസ് ഉണ്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ആനിമൽസ് ഒന്നുമില്ല, കുറച്ചൊരു കുഞ്ഞൊരു ഏരിയയിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓരോ ടിക്കറ്റിനും ഇതുപോലെ ഫുഡ് എന്താ പറയുക ആനിമൽസിനുള്ള ഇത് കൊടുക്കാനുള്ള അതിൻ്റെ ബാസ്ക്കറ്റ് കിട്ടിയപ്പോൾ അത് നമ്മൾ കൊടുത്തിങ്ങനെ തീർക്കായിരുന്നു. കാരണം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം ഓരോ ടിക്കറ്റിനും ഓരോ ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോൾ ഉച്ചയായി. കാരണം നമ്മൾ ഇറങ്ങിയപ്പോഴും ലേറ്റായി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡേ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്ന ദിവസമാണ് കേട്ടോ. അത് കാരണം ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും റെഡി ആയിട്ട് ഇറങ്ങി. ആദ്യം നമ്മൾ പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ഒരാളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. ഇന്ന് പിന്നെ ഈവനിങ് ആയിട്ട് നമ്മൾ ഷെയ്ഖ് സാദ് ഫെസ്റ്റിവൽ കാണാൻ പോകാൻ വിചാരിച്ചൊക്കെയായിരുന്നു. അപ്പോൾ ചായ അതിനിടയിൽ മിസ്സായതുകൊണ്ട് ചായ എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി എനിക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ നമ്മുടെ നല്ല ചായയൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് പോയത് ഷെയ്ഖ് സാദ് ഫെസ്റ്റിവൽ കാണാനായിരുന്നു. അപ്പോൾ റോഡിൻ്റെ അവിടെ നിന്ന് സ്ഥലം എത്തുന്നതിനേക്കാളും കുറച്ച് മുന്നേ തൊട്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ടു തുടങ്ങി കേട്ടോ. പിന്നെ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിൽ ഇവിടുത്തെ ഒരു സ്കൈ കാണാൻ നല്ല ഭംഗികളുണ്ട്. എപ്പോഴും അതിൻ്റെ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എപ്പോഴും എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ അന്നും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ് ആയിരുന്നു ആ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഷെയ്ഖ് സാദ് ഫെസ്റ്റിവൽ എത്തി. എന്താ പറയുക, ഗ്ലോബൽ വില്ലേജിൻ്റേതായ ഒരു കുഞ്ഞൊരു ഒരു പതിപ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങിയൊന്നുമില്ല, എല്ലാ ഷോപ്പിലേക്കും പോയൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്നൊക്കെ എല്ലാതും കണ്ടു. പിന്നെ കയറാനായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു 1-2 ഇതിൽ മാത്രമേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാ ഇതിലും നമ്മൾ കയറി ഇറങ്ങിയൊന്നുമില്ല. പിന്നെ അവിടെ തന്നെ ഇതുപോലെ എഴുതിയിട്ടുള്ളതിൻ്റെ അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ പോലെയും ഇതുപോലെ ഈ ഗ്ലാസിൻ്റെ മേലെ കൂടെയൊക്കെ കുട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ രണ്ടാളും പിന്നെ അവിടെ തന്നെ നിൽപ്പായിരുന്നു. അങ്ങനെ ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, വെള്ളത്തിൻ്റെ ആ ഒരു ഇതും ലൈറ്റും കൂടി ആ ഡിസൈൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ എന്താ പറയുക, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പൊതുവേ ഈ സ്വെറ്റർ ജാക്കറ്റ് കാര്യങ്ങൾ ഇടാനായിട്ട് നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷെ അവിടെ എത്തിയിട്ട് പാർക്കിങ്ങിന് അവിടെ നിന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്കും മനസ്സിലായി നല്ല തണുപ്പുണ്ട്, പറ്റില്ല എന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്തിട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ കുഞ്ഞു കുഞ്ഞു റൈഡുകളുണ്ടല്ലോ, അപ്പോൾ അതിലെവിടെയെങ്കിലും പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഹസ്ബൻഡിനാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കയറാൻ നല്ല പേടിയുള്ള ഒരാളായതുകൊണ്ട് എന്നാൽ പിന്നെ കുട്ടികൾക്ക് പറ്റിയ ഏതെങ്കിലും കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കാണെങ്കിലും എല്ലാ റൈഡിലും എന്താ പറയുക, മൂത്ത ആൾക്ക് പറ്റും, പക്ഷേ രണ്ടാമത്തെ ആൾക്ക് ആ ഹൈറ്റ് അത്ര എത്താത്തതുകൊണ്ട് എല്ലാത്തിലും കയറാൻ പറ്റില്ല. അങ്ങനെ അവസാനം അവർക്ക് രണ്ടാൾക്കും പറ്റുന്ന ഈ ഒരു ക്യാമലിൻ്റെ ഒരു റൈഡിലാണ് കേട്ടോ രണ്ടാളും കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് രണ്ടാളിരുന്നു. രണ്ടാൾക്കും നല്ല ഇഷ്ടമായി. രണ്ടാളെ മാത്രമേ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടാളും കൂടിയിട്ട് ഇരിക്കുമ്പോൾ എങ്ങനെയാവും എന്നുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമില്ലായിരുന്നില്ല, രണ്ടാളെ എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ അവിടെ കയറി. എന്തായാലും ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ നമ്മൾ മിസ് ചെയ്യാത്തൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെയും പോയി. അതിൻ്റെ പോലെ തന്നെ അവിടെ കിട്ടുന്ന പോലെയുള്ള കുറേ ഫുഡ് ഐറ്റംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ അവിടുത്തെ തായ് മാംഗോ നല്ല ടേസ്റ്റി ആണല്ലോ, അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഈ ചോക്ലേറ്റിനുള്ള സ്ട്രോബെറി ഇട്ടിട്ടുള്ള ആ ഒരു അങ്ങനത്തെ ഒരു ഇതും വാങ്ങിച്ചു.
അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡ് അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്തായാലും വരണ വഴിക്ക് നമ്മൾ പുറത്തുനിന്ന് വേറെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സാറ്റർഡേ നന്നായി എൻജോയ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ.